ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ S5 സബ്ജക്റ്റ് ആണ്. സോ നമ്മുടെ കോഴ്സ് കോഡ് ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. സോ നമ്മൾ എന്താ പറയുക, നമ്മുടെ അൽഗോരിതത്തിന്റെ ഡിസൈനും അതിന്റെ അനാലിസിസ്. അപ്പൊ നമ്മുടെ അൽഗോരിതം എന്താണ്, നമുക്കൊരു പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സോൾവ് ചെയ്യുന്നതാണ്. അപ്പം അതിനെന്ത് ചെയ്യാം, നമ്മൾ ഡിസൈനും അതുപോലെ അതിന്റെ അനാലിസിസ് ഒക്കെ ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് നമ്മുടെ ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതം എന്ന് പറയുന്നത്. സോ നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ നമ്മുടെ കോഴ്സ് കോഡ് വന്നിട്ട് PCCST 502 ആണ്. അതുപോലെ നമുക്കിവിടെ C മാർക്ക് വരുന്നത് 14 ആണ്. അതുപോലെ നമ്മുടെ റിട്ടേൺ മാർക്ക് വരുന്നത് 16 ആണ്. സോ നമ്മുടെ എക്സാം ഹവേഴ്സ് എന്ന് പറയുന്നത് 2.5 ഹവേഴ്സിലാണ് നമ്മുടെ എക്സാംസ് വരുന്നത്. കോഴ്സ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ തിയറി ആണ്, പക്ഷെ നമുക്ക് അതിൽ ന്യൂമറിക്കൽസും ഇൻക്ലൂഡ് ആണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ക്രെഡിറ്റ് വരുന്നത് 4 ആണ്. ഓക്കെ, സോ നമ്മുടെ പ്രീ റിക്വസ്റ്റ് എന്ന് പറയുന്നത് PCCST 303 ആണെന്നുള്ളതും നിങ്ങൾ മൈൻഡിലോട്ട് ആലോചിക്കുക. ഓക്കെ, സോ നമ്മുടെ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ C മാർക്ക് എന്ന് പറയുന്ന സമയത്ത് 5 മാർക്സ് നമ്മുടെ അറ്റൻഡൻസ് ആണ്. സോ നിങ്ങൾ കറക്റ്റ്ലി ക്ലാസ്സിൽ വരിക, പ്രോപ്പർലി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക എന്നൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ലീവും കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 5 മാർക്സ് നിങ്ങളുടെ കൈ കിടക്കും. പിന്നെയാണ് നമ്മുടെ അസൈൻമെന്റ് അല്ലെങ്കിൽ നമ്മുടെ മൈക്രോ പ്രോജക്ട്സ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് 15 മാർക്ക്, അതായത് നമ്മുടെ പ്രോപ്പർ ടൈമിൽ നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക, പ്രോപ്പർ ടൈമിൽ അവർ പറയുന്ന നോട്ട് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ 15ഉം അതുപോലെ 5 20 മാർക്സ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വരുന്നതാണ്. സോ ഇനി വരുന്ന 10 എന്ന് പറയുന്നത് നമ്മുടെ ഇന്റേണൽ മാർക്സ് ആണ്. നമ്മുടെ ഫസ്റ്റ് ഹാഫിൽ നമുക്കൊരു ഇന്റേണൽ ഉണ്ടാവും, സെക്കൻഡ് ഹാഫിൽ നമുക്കൊരു ഇന്റേണൽ ഉണ്ടാവും. സോ ഈ ഇന്റേണൽ എക്സാമിന് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ 10 അങ്ങനെ നമ്മുടെ 40 മാർക്സ് നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, ഇപ്പൊ 5 മാർക്സ് നമ്മുടെ അറ്റൻഡൻസ് ആണ്, 50 മാർക്സ് നമ്മുടെ അസൈൻമെന്റോ നമ്മുടെ പ്രൊജക്റ്റോ കാര്യങ്ങൾക്കോ ആണ്. ഇനി നമ്മുടെ ഫസ്റ്റ് ഹാഫ് ആയിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് സീരീസിന് നമുക്ക് 10 മാർക്കും സെക്കൻഡ് ഹാഫ് ആയിട്ടുള്ള നമ്മുടെ സെക്കൻഡ് സീരീസ് 10 മാർക്കിനും അങ്ങനെ 40 മാർക്സ് ആണ് നമ്മുടെ C മാർക്ക് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് നമ്മുടെ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ, നമ്മുടെ ഫൈനൽ എക്സാം അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് നമ്മൾ റിട്ടേൺ ആയിട്ട് എഴുതുന്നത്. നമുക്ക് ഒരു 2 പാർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് A ഉണ്ട്, നമ്മുടെ പാർട്ട് B സെക്ഷൻ ഉണ്ട്. ഓക്കെ, പാർട്ട് A ആൻഡ് പാർട്ട് B സെക്ഷൻ വരുന്നുണ്ട്. നമ്മുടെ ടോട്ടൽ മാർക്സ് വരുന്നത് 16 ആണ്. അതിൽ തന്നെ നമ്മുടെ പാർട്ട് A സെക്ഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് 4 മൊഡ്യൂൾസ് ആണ് ഉള്ളത്. അപ്പൊ ഓരോ മൊഡ്യൂൾസ് നിന്നും 2 ക്വസ്റ്റ്യൻ വീതമാണ് നമുക്ക് ഉണ്ടാവുക. ആ 2 ക്വസ്റ്റ്യനിൽ ഇപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് എന്നുള്ള രീതിയിലാണ് നമുക്ക് വരിക. സോ നമുക്ക് 8 ക്വസ്റ്റ്യന് 3 മാർക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് 24 മാർക്സ് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, സോ നമ്മുടെ B പാർട്ട് എന്ന് പറയുന്ന സമയത്ത് each question carries 9 marks ആണ്. 2 question will be each module. നമുക്ക് ഒരു മൊഡ്യൂളിൽ നിന്ന് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, അതിൽ തന്നെ നമുക്ക് 3 സബ് ഡിവിഷൻസ് വരാം. അപ്പൊ നമുക്ക് 4 മൊഡ്യൂൾ ആണല്ലോ, 4 മൊഡ്യൂളിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ്, ആ ഒരു ക്വസ്റ്റ്യന്റെ ചിലപ്പോൾ നമുക്ക് സബ് ഡിവിഷൻസ് ഉണ്ടാവും. അങ്ങനെ നമുക്ക് ടോട്ടൽ 36, അങ്ങനെ 24 ആൻഡ് 36 നമുക്ക് 60 മാർക്സ്. സോ നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് നമ്മൾ മൊഡ്യൂൾ വൈസ് ആയിട്ട് നല്ല രീതിക്ക് ഡെപ്ത് വൈസ് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈസിലി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് ആണ് നമ്മുടെ ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ മൊഡ്യൂൾ 1 നോക്കുകയാണെങ്കിൽ എന്താണ് അൽഗോരിതം, അൽഗോരിതത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ക്രൈറ്റീരിയ ഫോർ അൽഗോരിതം. നമ്മുടെ അൽഗോരിതത്തിന്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി, നമ്മുടെ സ്പേസ് കോംപ്ലക്സിറ്റി ആണ്. അതിൽ തന്നെ നമുക്ക് ബെസ്റ്റ് കേസ് ഉണ്ട്, ആവറേജ് കേസ് ഉണ്ട്, വേസ്റ്റ് കേസ് ഉണ്ട്. അത് എന്താണ്, അതിന്റെ കോംപ്ലക്സിറ്റീസ് എന്താണ്. പിന്നെ നമ്മുടെ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ്, ബിഗ് ഒ നൊട്ടേഷൻ, ബിഗ് ഒമേഗ, ബിഗ് തീറ്റ, അങ്ങനെയുള്ള നൊട്ടേഷൻസ്. പിന്നെ നമ്മുടെ ടൈം ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സിമ്പിൾ അൽഗോരിതംസ്. പിന്നെ അതിന്റെ റിക്കേഴ്സീവ് അൽഗോരിതം, പിന്നെ അതിന്റെ റിക്കേഴ്സീവ് ഇക്വേഷൻസ് എങ്ങനെയാണ് അതിന്റെ വർക്ക് വരുന്നത്. പിന്നെ അതിന്റെ റിക്കേഴ്സീവ്, അതിൽ തന്നെ നമ്മുടെ ഐട്രേഷൻ മെത്തേഡ്, റിക്കേർഷൻ ട്രീ മെത്തേഡ്, പിന്നെ നമ്മുടെ മാസ്റ്റേഴ്സ് തിയറം, പിന്നെ അതിന്റെ പ്രൂഫ് കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ AVL ട്രീ, അതിന്റെ ബാലൻസിങ് ഫാക്ടർ എന്താണ്. ഇപ്പൊ നമ്മൾ അത് ബാലൻസിങ് ഫാക്ടർ നമ്മളെ LL1 LR അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ റൊട്ടേഷൻ ചെയ്യില്ല, നമ്മുടെ ബാലൻസിങ് ഫാക്ടർ ചെയ്യാൻ വേണ്ടിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളും അതിന്റെ ഇൻസേർഷൻ ഡിലീഷൻ അതും അതിന്റെ അൽഗോരിതംസ് ഒക്കെയാണ് നമ്മൾ മൊഡ്യൂൾ 1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മൊഡ്യൂൾ 2 നോക്കുകയാണെങ്കിൽ ഡിസ്ജോയിന്റ് സെറ്റ് എന്താണ്, അതിൽ യൂണിയൻ എന്താണ്, അതിന്റെ അൽഗോരിതംസ്, അതുപോലെ അനാലിസിസ് ഓഫ് യൂണിയൻ ബൈ റാങ്ക് വിത്ത് പാത്ത് കോംപ്രിഹെൻഷൻ എന്താണ്,
കണക്റ്റഡ് കമ്പോണന്റ് ഗ്രാഫ് എന്താണ്, BFS എന്താണ്, അതുപോലെ DFS എന്താണ്, സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ് എന്താണ്, നമ്മുടെ ടോപ്പോളജിക്കൽ സോർട്ടിങ് എന്താണ്. അപ്പൊ നമ്മൾ BFS ആലോചിക്കുക, DFS ആലോചിക്കുക, നമ്മുടെ ടോപ്പ്. പിന്നെ നമ്മുടെ ഡിവൈഡ് ആൻഡ് കോൺട്ര സ്ട്രാറ്റജി. നമ്മൾ ഒരു സെക്ഷനെ നമ്മൾ 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ സബ്സെക്ഷനെ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ സബ്സെക്ഷനെ നമ്മൾ 2 സെക്ഷനായിട്ട് അതിനെ സോൾവ് ചെയ്തിട്ട് അതിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് നമ്മുടെ ആ ഫൈനൽ സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. പിന്നെ അതിന്റെ കൺട്രോൾ അബ്സ്ട്രാക്ഷൻ എന്താണ്, മേർജ് സോർട്ട് എന്താണ്, സ്ട്രെയ്സ്മാൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്താണ്, അതിന്റെ അനാലിസിസ് എന്താണ്, അതൊക്കെയാണ് നമ്മൾ മൊഡ്യൂൾ 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ മൊഡ്യൂൾ 3 നോക്കുക. നമ്മുടെ ഗ്രീഡി സ്ട്രാറ്റജി എന്താണ്, ഫ്രാക്ഷണൽ നാപ്സാക്ക് എന്താണ്, മിനിമം കോസ്റ്റ് ഓഫ് സ്പാനിങ് ട്രീ. അപ്പം നമ്മുടെ മിനിമം കോസ്റ്റ് ഓഫ് സ്പാനിങ് ട്രീ എന്താണ്, അതുപോലെ ക്രിസ്കൽ അൽഗോരിതം, പ്രിംസ് അൽഗോരിതം എന്താണ്, പിന്നെ അതിന്റെ ഷോർട്ടസ്റ്റ് പാത്ത് നമ്മുടെ ഡിജിസ്ട്രാസ് അൽഗോരിതം, അതേപോലെ നമ്മുടെ ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്താണ്, കൺട്രോൾ അബ്സ്ട്രാക്ഷൻ എന്താണ്, ഒപ്റ്റിമാലിറ്റി പ്രിൻസിപ്പിൾ എന്താണ്, മെട്രിക് സ്റ്റെയിൻ മൾട്ടിപ്ലിക്കേഷൻ, അതുപോലെ പേസ് ഓഫ് ഷോർട്ടസ്റ്റ് പാത്ത് അൽഗോരിതം എന്താണ്, അതുപോലെ നമ്മുടെ ബാക്ക് ട്രാക്കിംഗ് എന്താണ്, എൻക്യൂൻ പ്രോബ്ലംസ് എന്താണ്. നമ്മുടെ എൻക്യൂൻ പ്രോബ്ലംസ് അറിയാലോ, നമുക്ക് എന്താണ്, നമ്മുടെ ഒരേ റോല് പാടില്ല, ഒരേ കോളത്ത് പാടില്ല, ഡയഗണലിൽ പാടില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിന്റെ ഒരു ബാക്ക് ട്രാക്കിംഗ് വഴി നമ്മൾ അത് എങ്ങനെ ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മൊഡ്യൂൾ 3 നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നമ്മുടെ മൊഡ്യൂൾ 4 നോക്കുകയാണെങ്കിൽ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് എന്താണ്, അതിൽ നമ്മുടെ ട്രാവേഴ്സിങ് സെയിൽസ്മാൻ പ്രോബ്ലംസ് എങ്ങനെയാണ് വരുന്നത്, ട്രാക്കബിൾ എന്താണ്, ഇൻട്രാക്റ്റബിൾ എന്താണ്, പി എന്താണ്, NP എന്താണ്, NP ഹാർഡ് എന്താണ്, NP കംപ്ലീറ്റ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു മൊഡ്യൂളിലാണ് പഠിക്കുന്നത്. അതുപോലെ നമ്മുടെ റാൻഡമൈസ്ഡ് അൽഗോരിതം, ക്വിക്സോർട്ട് അൽഗോരിതം, അതിന്റെ അനാലിസിസും കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയാണ് പഠിക്കുന്നത്, നമ്മുടെ മൊഡ്യൂൾ 4 നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ആണ്. സോ നമ്മുടെ മൊഡ്യൂൾ 1 നമ്മൾ നോക്കുന്ന സമയത്ത് അറിയാം, പെർഫോം ദ ഒപ്റ്റിമൈസേഷൻ ഓഫ് എ സോഫ്റ്റ്വെയർ. ഒരു സോഫ്റ്റ്വെയറിനെ നമ്മൾ ഒപ്റ്റിമൈസേഷൻ പെർഫോം, അതുപോലെ നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി, ഫാസ്റ്റ് ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ, അതുപോലെ നമ്മുടെ സ്പേസ് കോംപ്ലക്സിറ്റി, നമ്മുടെ മെമ്മറി എഫിഷ്യൻറ്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടും, ഇനി AVL ട്രീ ഇൻ ദ ഡാറ്റാബേസ് നമ്മുടെ ലോഡിങ് അല്ലെങ്കിൽ ഫാസ്റ്റ് സെർച്ചിങ്ങിനൊക്കെ വേണ്ടി നമ്മൾ AVL ട്രീ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി കമ്പൈലേഴ്സ് ആൻഡ് AI നമ്മൾ അനാലിസിസ് റിക്കേഴ്സീവ് പ്രോഗ്രാംസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ നെറ്റ്വർക്ക് കണക്ടിവിറ്റി നോക്കുന്ന സമയത്ത് യൂണിയൻ ആൻഡ് ഫൈൻഡിങ് നെറ്റ്വർക്ക്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി സോഷ്യൽ നെറ്റ്വർക്ക് ആൻഡ് വെബ് ക്രൗളിംഗിൽ നമ്മൾ BFS അല്ലെങ്കിൽ DFS സെർച്ചിങ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത് അല്ലേ. ഇനി ടാസ്ക് ഷെഡ്യൂളിംഗ് ആണ് നമ്മുടെ ടോപ്പോളജിക്കൽ ടൂൾ. നമ്മൾ ടാസ്ക് ഷെഡ്യൂൾ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ടോപ്പോളജിക്കൽ സോർട്ടിംഗ് ഓർഡറിലായിരിക്കും. ഓക്കെ, ഇനി ഫാസ്റ്റ് സോർട്ടിംഗ് ആൻഡ് ബിഗ് ഡാറ്റ പ്രോസസ്സിംഗ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, മേർജ് സോർട്ട് വഴിയാണ് അല്ലേ. ഇനി മെട്രിക് ഓപ്പറേഷൻസ് നമ്മളെ സ്ട്രെയ്സ്മാൻ അല്ലെങ്കിൽ സയന്റിഫിക് കമ്പ്യൂട്ടർ ഒക്കെ നമ്മൾ മെട്രിക്സ് ഓപ്പറേഷൻസ് യൂസ് ചെയ്താണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ റൂട്ട് ഒപ്റ്റിമൈസേഷൻ, അതായത് നമ്മുടെ ഗൂഗിൾ മാപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ട് റൂട്ട് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡിജിസ്ട്രാസ് അൽഗോരിതം ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. ഇനി നെറ്റ്വർക്ക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ MST, മിനിമം ഷോർട്ടസ്റ്റ് പാത്ത്, അതായത് നമ്മുടെ കേബിൾ, ടെലികോം ഒക്കെ നമ്മൾ നെറ്റ്വർക്ക് ഡിസൈൻ യൂസ് ചെയ്യുന്നത്. ഇനി റിസോഴ്സ് അലോക്കേഷൻ, നമ്മുടെ നാപ്സാക്ക് ആണ് നമ്മുടെ റിസോഴ്സ് അലോക്കേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഇനി AI ആൻഡ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം എന്ന് പറയുന്ന സമയത്ത് അവിടെ നമ്മൾ ഡൈനാമിക് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു കാര്യം നമ്മൾ ചെയ്യാറുള്ളത് അല്ലേ. ഇനി പസിൽ സോൾവിങ് ആൻഡ് ഷെഡ്യൂളിംഗ് ആണ് നമ്മുടെ എൻക്യൂൻ പ്രോബ്ലംസ്, അതുപോലെ നമ്മുടെ ബാക്ക് ട്രാക്കിംഗ്. അപ്പം ആ ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് പസിൽ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ഒന്ന് ചെയ്യും, പിന്നെ നമ്മൾ അതല്ലാന്ന് വെച്ചാൽ നമ്മൾ പിന്നെ അങ്ങോട്ട് പോയി ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിക്കുക. ഇനി ലോജിക് ആൻഡ് ഒപ്റ്റിമിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാവേഴ്സിങ് സെയിൽമെന്റ്സ്, അതായത് നമ്മുടെ ഡെലിവറി റൂട്ട്സ് ഒക്കെ നമ്മൾ ആ രീതിയിലാണ് ചെയ്യുന്നത്. ഇനി ഹാർഡ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്നത് നമ്മുടെ NP കംപ്ലീറ്റ് അല്ലെങ്കിൽ ഇൻസെക്യൂട്ട് അല്ലെങ്കിൽ AI-ലൊക്കെയാണ് നമ്മൾ ആ ഒരു സെക്ഷൻ ചെയ്യുന്നത്. ഇനി അപ്രോക്സിമേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബിൻ ബാക്കിംഗ്, നമ്മുടെ വെയർ ഹൗസിന്റെ കേസിൽ നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇനി റാൻഡമൈസ്ഡ് അൽഗോരിതം എന്ന് പറയുന്നത് റിയൽ സിസ്റ്റത്തിൽ നമ്മൾ ക്വിക്കായിട്ട് അതിനെ സോർട്ട് ചെയ്യുന്നതൊക്കെ. അതുപോലെ സ്റ്റിമുലേഷൻ ആൻഡ് പ്രോബ്ലമാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത്രയൊക്കെയാണ് നമ്മുടെ റിയൽ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഈ മൊഡ്യൂൾ എന്താണ്, ഈ മൊഡ്യൂൾ നമ്മുടെ റിയൽ ലൈഫ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ ഈ സബ്ജക്ട് നമ്മൾ എങ്ങനെയാണ് ഡീപ്ലി പഠിക്കേണ്ടതെന്നൊക്കെ നമ്മൾ ഫ്രാക്കിംഗ് ലെക്ചേഴ്സ്, നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ SYL അവൈലബിൾ ആണ്. സോ ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. താങ്ക് യു.